സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിക്കൂട്ടിലായി സംസ്ഥാന സർക്കാർ. VC സസ്പെൻഷൻ ഒഴിവാക്കിയ 33 പേരിൽ ഒരാൾ കോളേജിലെ ഇടതു സംഘടന വനിതാ നേതാവിന്റെ മകൻ. സിദ്ധാർത്ഥനെ ഹോസ്റ്റലിൽ വെച്ച് മർദ്ദിക്കുമ്പോൾ ഇവരുടെ മകനും അവിടെ ഉണ്ടായിരുന്നതായി അസിസ്റ്റന്റ് വാർഡൻ റിപ്പോർട്ട് നൽകിയിരുന്നു. അതേസമയം സിദ്ധാർത്ഥന്റെ മരണം CBIക്ക് വിട്ട ശേഷം രേഖകൾ കൈമാറിയതിലും ഗുരുതര അനാസ്ഥ സർക്കാരിനെതിരെ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. വിവരങ്ങളുമായി ശാലിനിയും KJ ശ്രീത്തും ചേരുന്നുണ്ട്. ആദ്യം ശാലിനി, ഈ രേഖകൾ കൈമാറുന്ന കാര്യത്തിൽ ആദ്യമായല്ല സംസ്ഥാനത്തെ ഒരു കേസ് CBIക്ക് കൈമാറുന്നത്, CBI അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാർ ഉത്തരവിറക്കുന്നതുമൊക്കെ. അങ്ങനെ ഈ ചട്ടങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ രേഖകൾ എങ്ങനെയാണ് കൈമാറേണ്ടതെന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ലാഞ്ഞിട്ടല്ല. പിന്നെ എവിടെയാണ് ഈ വീഴ്ച പറ്റിയതെന്ന ചോദ്യമാണ് പ്രധാനമായി ഉയരുന്നത്. കേന്ദ്രത്തിന് അയക്കേണ്ടിയിരുന്ന ഡൽഹിയിലേക്ക് അയക്കേണ്ട രേഖ കൊച്ചി ഓഫീസിലേക്ക് കൈമാറുന്നു. പിന്നീട് വാർത്തയായതോടുകൂടി വിവാദമായതോടുകൂടി സിദ്ധാർത്ഥിന്റെ പിതാവൊക്കെ രൂക്ഷഭാഷയിൽ വിമർശനമായി രംഗത്ത് വന്നതോടെ ഇന്നിപ്പോൾ നേരിട്ട് രേഖകൾ ഹാജരാക്കാൻ ഉദ്യോഗസ്ഥർ ഡൽഹിയിലേക്ക് അയച്ചിട്ടുമുണ്ട്. ശാലിനി, ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നതും തുടർന്നുള്ള നടപടികൾ നീക്കുന്നതും. പക്ഷേ ഇത് ആദ്യമായിട്ടാകാം ഒരു പക്ഷേ ഇത്തരത്തിലൊരു മരണം സംഭവിച്ച ശേഷം പിതാവ് നേരിട്ട് മുഖ്യമന്ത്രിയെ കാണുന്നു, അരമണിക്കൂറിനുള്ളിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നു. പക്ഷേ അതിന്റെ നടപടിക്രമങ്ങൾ ആഴ്ചകളോളം നീളുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ തുടർച്ചയായി കുടുംബം വിമർശനവുമായി രംഗത്തെത്തിയത്. പ്രത്യേകിച്ച് ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ഒരു കേസന്വേഷണം പ്രഖ്യാപിച്ച ശേഷം CBIക്ക് വിട്ടുകൊണ്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള തീരുമാനം മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിലൂടെ പുറത്തു വരുന്നു. അതിനുശേഷം ഇതിന്റെ രേഖകൾ കൈമാറുന്നതിലാണ് ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്ത ചെയ്ത സമയത്തും സർക്കാരിനോട് അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളോട് ഇതിന്റെ കാലതാമസം എന്താണ് എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവർ ചോദിച്ചത് ചില ട്രാൻസ്ലേഷൻ കാര്യങ്ങൾ വൈകുന്നു, അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വൈകൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് കുടുംബം ഇടപെടുന്നു. കുടുംബത്തിന്റെ രൂക്ഷമായ വിമർശനം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടുന്നു. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരെ V മുരളീധരൻ, കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് നടപടികൾ പിന്നീട് സർക്കാർ തലത്തിൽ നിന്ന് നീങ്ങുന്നത്. പക്ഷെ അവിടെയും ആദ്യഘട്ടത്തിൽ വിമർശനം ഉയർന്നത് ഈ രേഖകൾ കൈമാറിയത് കൊച്ചി ഓഫീസിലേക്കാണ്. പിന്നീട് ഇത് കേന്ദ്ര സർക്കാരിന് കൈമാറാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ഇന്നലെയോടുകൂടി ഇമെയിൽ മുഖേന പ്രൊഫോമ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറുന്നു. കേന്ദ്ര CBI സംഘത്തിന് ഇത് കൈമാറുന്നു. അതിന് പിന്നാലെ ഇന്നിതാ കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ നേരിട്ട് ഈ വിവരങ്ങൾ കൈമാറാൻ, രേഖകൾ കൈമാറാനായി ഒരു DYSP തലത്തിലുള്ള ഉദ്യോഗസ്ഥൻ ഡൽഹിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സർക്കാർ തലത്തിൽ നിന്നും ഈ കേസിന്റെ തുടക്കം മുതലുള്ള അന്വേഷണം അതങ്ങനെ ഒരു അബദ്ധമായോ അല്ലെങ്കിൽ തെറ്റുപറ്റിയതായോ കാണാൻ സാധിക്കുന്നില്ല. മനഃപൂർവ്വ ചില ഇടപെടൽ എവിടെയൊക്കെയോ ഉണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശാലിനി ഒന്ന് തുടരെ ഇപ്പോൾ ശ്രീത്ത് കൂടി ചെന്നു. ശ്രീത്തെ വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഈ സസ്പെൻഷൻ പിൻവലിച്ചത് ചില ഉന്നതരുടെ നേതാക്കന്മാരുടെ മക്കളെ രക്ഷപ്പെടുത്താനാണെന്ന ആരോപണമൊക്കെ ഉയർന്നിരുന്നാൽ അതിലിപ്പോൾ കൃത്യമായ തെളിവുകൾ പുറത്തു വന്നിരിക്കും, വിവരങ്ങൾ പുറത്തു വന്നിരിക്കും. തുടക്കം മുതലേ ഇടത് സംഘടനകൾ, SFI ആണെങ്കിലും മറ്റിടത് സർവീസ് സംഘടനകളാണെങ്കിലും ഒക്കെ ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകൾ അവരൊക്കെ സംശയദൃഷ്ടിയിലുണ്ടായിരുന്നു. ആ സംശയം കുറച്ചുകൂടി ബലപ്പെടുകയാണ് VC നേരിട്ട് നടത്തിയ സസ്പെൻഷൻ പിൻവലിക്കൽ നടപടികളിൽ. അതിൽ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു വനിതാ നേതാവിൻ്റെ മകനെയാണെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ശ്രീത, തീർച്ചയായും ഉമേഷ്, ഇത്തരത്തിലാണ് സിദ്ധാർത്ഥനെതിരെ നടന്ന ആൾക്കൂട്ട വിചാരണയുടെ ഭാഗമായി 90 വിദ്യാർത്ഥികളായിരുന്നു ആദ്യം ആന്റി റാഗിംഗ് സെൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ സസ്പെൻഡ് ചെയ്തത്. അതിൽ പിന്നീടായിരുന്നു VC ഇടപെട്ട് 33 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ നടപടികൾ ഒഴിവാക്കിയത്. ഈ 33 പേരിൽ ഒരാളാണ് കോളേജിൽ ഇടത് സംഘടന നേതാവും അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് രജിസ്ട്രാറുമായ ഷീബയുടെ മകനാണ്. ഈ സിദ്ധാർത്ഥനെ മർദ്ദിച്ചതിൽ ഈ വിദ്യാർത്ഥിയും ഉണ്ടായിരുന്നതായി ആദ്യം അസിസ്റ്റന്റ് വാർഡൻ കാന്തനാഥ് ഈ വിദ്യാർത്ഥിക്ക് എതിരെ മൊഴി നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേക റിപ്പോർട്ടും VCക്ക് നൽകിയിരുന്നു. എന്നാൽ ഇതനുസരിച്ചായിരുന്നു ഈ വനിതാ നേതാവിന്റെ മകനെതിരെ ആദ്യം നടപടിയെടുത്തത്. എന്നാൽ ഇതിന് പിന്നാലെ വിദ്യാർത്ഥി അവിടെ ഉണ്ടായിരുന്നില്ലെന്നും തനിക്ക് തെറ്റുപറ്റിയതായി ചൂണ്ടിക്കാട്ടിയുമായിരുന്നു വീണ്ടും കാന്തനാഥൻ VCക്ക് മറ്റൊരു റിപ്പോർട്ട് നൽകുകയായിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ 33 വിദ്യാർത്ഥികളോടൊപ്പം തന്നെ അതിൽ ഒരു കുട്ടിയായി ഈ വനിതാ നേതാവിന്റെ ഈ സംഘടനാ നേതാവിന്റെ മകനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്നായിരുന്നു വലിയ ഗവർണർ ഇടപെട്ടതിനെ തുടർന്ന് നിലവിൽ ഈ വിദ്യാർത്ഥിയുടെ സസ്പെൻഷൻ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഉമേഷ്.
തുടക്കം മുതലേ ഇതിൽ ഈ ഇടത് സംഘടനകളുടെ ഇടപെടൽ അത് ആരോപണങ്ങളായിരുന്നെങ്കിൽ പിന്നീട് അന്വേഷണവും ഒപ്പം പിന്നീട് പുറത്തേക്ക് വന്ന വാർത്തകളൊക്കെ അത് ആരോപണം മാത്രമായതിന് ഓരോ ഘട്ടത്തിലും തെളിവുകൾ ഇങ്ങനെ പുറത്തേക്ക് വരികയായിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായി VCയുടെ ഇടപെടൽ പോലും വലിയ സംശയത്തിലേക്ക് പോകുന്നു. അവസാനം ഇപ്പോൾ VC രാജിവെക്കുന്നു. അങ്ങനെ എപ്പോഴും ഈ സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ പ്രതിക്കൂട്ടിലേക്ക് പ്രതിസ്ഥാനത്തേക്ക് ഇടത് സംഘടനകൾ എത്തുന്നു. അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താനായി വീണ്ടും ഇതേ സംഘടനയുടെ നേതാക്കന്മാരൊക്കെ ഇടപെടുന്നു. ശ്രീത്തെ, തീർച്ചയായും ആ കോളേജുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ഇത്തരം വലിയ ആക്ഷേപം ഉണ്ടായിരുന്നു. ഡീൻ ഉൾപ്പെടെയുള്ളവർ, അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് വാർഡൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ തുടക്കം മുതൽ വലിയ ആരോപണം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആ കോളേജുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയപരമായ വലിയ ആരോപണം ഉണ്ടായിരുന്നു. കാരണം കോളേജിനെ നിയന്ത്രിക്കുന്നത് CPM ജില്ലാ സെക്രട്ടറി ഗഗാറിന്റെ സഹോദരപുത്രനായ രമേശ് ആണെന്ന് ഉൾപ്പെടെയുള്ളവർ. രമേശ് ആ കോളേജിൽ സ്റ്റോർ നടത്തി തന്നെ ആ കോളേജിനെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നു. ഈ സിദ്ധാർത്ഥന്റെ മരണശേഷം തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ച വിദ്യാർത്ഥികൾക്ക് സഹായം നൽകുവാൻ ഈ രമേശ് രംഗത്ത് വരുന്നു. ഈ വിദ്യാർത്ഥികൾക്ക് ഒളിവിൽ താമസിക്കാൻ ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ രമേശിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായതായി തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളും വിദ്യാർത്ഥി സംഘടനകൾ തുടക്കം മുതൽ തന്നെ ആരോപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പുതിയ വിവരം പുറത്തു വരുന്നത്. കാരണം ആ കോളേജ് പൂർണ്ണമായി തന്നെ ഇടതുപക്ഷ സംഘടനയോ അതോടൊപ്പം തന്നെ CPMന്റെയോ കയ്യിലാണ്. അവരുടെ നിയന്ത്രണത്തിലാണ് ആ കോളേജ് മുന്നോട്ട് പോകുന്നത്. അതിനാൽ തന്നെയായിരുന്നു ഈ തുടർച്ചയായ 3 ദിവസം ആ സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചിട്ടും അതിനുശേഷം മരണം സംഭവിച്ചിട്ടും ആ കോളേജിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ അധ്യാപകർക്കോ അതിനെക്കുറിച്ച് വിവരങ്ങൾ പുറത്തു പറയാൻ തന്നെ ഭയപ്പെടുന്ന രീതിയിൽ ആ കോളേജിനെ മാറ്റിയെടുക്കുവാൻ എന്തായാലും ഒരു 2-3 വർഷം കൊണ്ട് രമേശിനും അതോടൊപ്പം തന്നെ ആ കോളേജിലെ ഇടതുപക്ഷ സംഘടനയ്ക്കും കഴിഞ്ഞു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു പോലീസിൽ പോലും ആന്റി റാഗിംഗ് സെല്ലിന് പോലും ഈ വിദ്യാർത്ഥികളോ അധ്യാപകരോ ഈ സിദ്ധാർത്ഥന്റെ ആ രാത്രിയിൽ എന്താണ് സംഭവിച്ചത് അതിനെക്കുറിച്ച് മൊഴി നൽകാൻ തയ്യാറായിരുന്നില്ല. അതിന് പ്രധാന കാരണം ഇത്തരത്തിലുള്ള ഈ സംഘടനയുടെയും ഈ CPMന്റെയും ആ കോളേജിലുള്ള സ്വാധീനമാണ്. ഉമേഷ്.